ശിവരാത്രി എന്നാൽ എന്താണ്? ശിവരാത്രി എന്നാൽ ശിവന്റെ രാത്രി അല്ലെങ്കിൽ മംഗളരാത്രി എന്നാണ് അർത്ഥം. ഹിന്ദുമതത്തിൽ പ്രത്യേകിച്ച് ശൈവ വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വ്രതവും ഉത്സവവുമാണ് ഇത്. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് മഹാശിവരാത്രി ആഘോഷിക്കുന്നത്. ശിവരാത്രിക്ക് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥ ഇങ്ങനെയാണ്. പുരാണപ്രകാരം ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മദനം, അതായത് സമുദ്രം കടയൽ നടത്തി. അമൃതം ലഭിക്കാനായിരുന്നു ഈ മദനം. പക്ഷെ ആദ്യം ഉയർന്നു വന്നത് കാളകൂടം, അതായത് ഹാലാഹലം എന്ന ഭയങ്കര വിഷമാണ്. ഈ വിഷം ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോന്നതായിരുന്നു. അപ്പോൾ പരമശിവൻ മുന്നോട്ട് വന്ന് ലോകത്തിന്റെ രക്ഷയ്ക്കായി ആ വിഷം സ്വയം കുടിച്ചു. വിഷം കഴുത്തിലൂടെ ഇറങ്ങാതിരിക്കാൻ പാർവതി ദേവി ശിവന്റെ കഴുത്ത് മുറുകെ പിടിച്ചു. വിഷം ശരീരത്തിലേക്ക് പോകാതിരിക്കാൻ ദേവന്മാർ എല്ലാം ഉറക്കമൊഴിച്ച് പ്രാർത്ഥിച്ചു. വിഷം കഴുത്തിൽ തന്നെ നിന്നതിനാൽ ശിവന് നീലകണ്ഠൻ എന്ന പേര് കിട്ടി. ഈ ലോകരക്ഷാ കർമ്മം നടന്ന രാത്രിയാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. ശിവൻ വിഷം കുടിച്ച രാത്രിയിൽ ദേവീ ദേവന്മാർ ഉറങ്ങാതെ ഭജിച്ചതിന്റെ സ്മരണയായും കണക്കാക്കപ്പെടുന്നു. മറ്റു ചില പ്രധാന ഐതിഹ്യങ്ങൾ ഉണ്ട്. ശിവപാർവതി വിവാഹം നടന്ന ദിവസമായി ചിലയിടങ്ങളിൽ കണക്കാക്കുന്നു, അതായത് മംഗളകരമായ രാത്രി. ശിവലിംഗ ഉത്ഭവം എന്ന് പറയുന്നുണ്ട്. ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവന്റെ ആദിയും അന്തവും കാണാൻ കഴിയാതെ വന്നപ്പോൾ ശിവൻ ജ്യോതിർലിംഗമായി പ്രത്യക്ഷപ്പെട്ടത് എന്നും പറയുന്നു. ശിവരാത്രി ആചരണം എങ്ങനെയെന്നാൽ വ്രതം നോറ്റ് ശിവക്ഷേത്ര ദർശനം നടത്തും. രാത്രി ഉറക്കമൊഴിച്ച് ഓം നമഃശിവായ ജപിക്കും. ശിവസഹസ്രനാമം പാരായണം ചെയ്യും. കൂവളയില അർപ്പിക്കുക. ശിവലിംഗത്തിന് പാൽ, തേൻ, വെള്ളം അഭിഷേകം ചെയ്യുക. കേരളത്തിൽ പിതൃക്കൾക്ക് ശിവരാത്രി ബലി പ്രധാനമാണ്. ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് സർവ്വപാപങ്ങളും നീക്കി മോക്ഷവും ഐശ്വര്യവും നൽകുമെന്നാണ് വിശ്വാസം. ഓം നമഃശിവായ. ഈ വർഷം 2026 മഹാശിവരാത്രി സന്തോഷകരമാകട്ടെ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യുക.